അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഷേപ്പിലും പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തലേദിവസത്തെ പോത്തുകറിയാണ്. ഇവിടെ മറ്റു പേര് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഞാൻ താമസിക്കുന്ന ഗുജറാത്തിലാണ്, അതിന് പണി കിട്ടും. പിന്നെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പഠിച്ചതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ വീഡിയോൻ്റെ കൂടെ പറഞ്ഞു പോകും. നമ്മളിവിടെ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്, ഉണക്കലരിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. അരി ഒരു 4-5 മണിക്കൂർ കുതിർത്താൻ വെക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായി അരയ്ക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റുമാണ്. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ, ഒരു അരമുറി തേങ്ങയും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ട് അതിനുശേഷം മെയിനായിട്ട് സോഫ്റ്റ് ആവാനുള്ളൊരു ടിപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് കപ്പി കാച്ചി ചേർക്കാം, അതായത് അരിപ്പൊടി നമ്മൾക്ക് ഇതുപോലെ കുറുക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ചോറ് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. ഞാൻ ഈ മാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ അപ്പത്തിന് എടുക്കാറാൻ പതിവ്. നമ്മൾ ഈ കപ്പി കാച്ചി ഒഴിക്കുന്നത് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഈ മാവിലോട്ട് ചേർക്കാം, അല്ലെങ്കിൽ മാവ് വെന്ത് പോകും. ഞാൻ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര സങ്കടം, ഒരു ഫീലിംഗ് തരുന്ന ഒരു റെസിപ്പിയാണ്. സങ്കടം എന്നാൽ കുറച്ച് സന്തോഷമുണ്ട്. കാരണം ഈ അപ്പം ഞാൻ മെയിനായിട്ട് പഠിച്ചത് എൻ്റെ മമ്മിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മമ്മിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ അപ്പം. ഇവിടെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെന്നെ കൊടുക്കില്ല. സന്തോഷം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എനിക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. പുള്ളിക്കാരത്തി വലിയ പാചകം എക്സ്പേർട്ട് ഒന്നും അല്ലായിരുന്നു. അപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പം കേരളത്തിലൊക്കെ പോകുമ്പോൾ, നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, പുറത്ത് പോയി തട്ടുകടയിൽ പോയി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒക്കെ വലിയ സന്തോഷം. അങ്ങനെ ഞാൻ എൻ്റെ വല്യമ്മയുടെ അടുത്ത് ചോദിച്ച് പഠിച്ചതാണ് ഈ അപ്പത്തിൻ്റെ. പറയുമ്പോൾ ഞാൻ വിളിക്കുന്ന രജിതാൻ്റി എന്നാണ് കേട്ടോ. പക്ഷെ ആൻറ്റി ഇത് ഓർക്കണമെന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇതെൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് ഈ റെസിപ്പി അറിയായിരിക്കും, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. പക്ഷെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതിൻ്റെ കൂടെ സാധാരണ ഞാൻ എപ്പോഴും നല്ല കുറുമ കറി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂ ആണ് ഉണ്ടാക്കാറുള്ളത്, വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ എടുത്തേക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ പോത്തുകറിയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.